നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഇൻഫർമേഷനാണ്. കേരള വിനോദസഞ്ചാര വകുപ്പിന് കീഴിലുള്ള കോഴിക്കോടുള്ള ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിലേക്കും വയനാട് സുൽത്താൻ ബത്തേരി എന്നീ ഗവൺമെന്റ് റിസോർട്ടിലേക്കും ഇപ്പോൾ വിവിധ തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഒരു വർഷത്തേക്ക് കോൺട്രാക്ട് അടിസ്ഥാനത്തിലായിരിക്കും നിയമനം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായിട്ട് കാണുക. നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. റീജിയണൽ ജോയിന്റ് ഡയറക്ടർ വിനോദസഞ്ചാര വകുപ്പ് കോഴിക്കോടാണ് ഈ നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതനുസരിച്ച് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് കോഴിക്കോടിലേക്ക് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന്റെ 6 ഒഴിവുകൾ, ഫുഡ് ആൻഡ് ബീവറേജ് സ്റ്റാഫിന്റെ 7 ഒഴിവുകളും, കുക്കിന്റെ 3 ഒഴിവുകളും, അസിസ്റ്റന്റ് കുക്കിന്റെ 1 ഒഴിവ് ഉൾപ്പെടെ ആകെ 17 ഒഴിവുകളാണ് കോഴിക്കോടുള്ളത്. ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസ് സുൽത്താൻ ബത്തേരിയിലാണെങ്കിൽ ഫുഡ് ആൻഡ് ബീവറേജ് സ്റ്റാഫിന്റെ 5 ഒഴിവുകൾ, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന്റെ 5 ഒഴിവുകൾ, കുക്കിന്റെ 3 ഒഴിവുകൾ, അസിസ്റ്റന്റ് കുക്ക് 3, റിസപ്ഷനിസ്റ്റ് 2, കിച്ചൺ മേറ്റി 3, അങ്ങനെ ആകെ 21 ഒഴിവുകളാണുള്ളത്. അപ്പോൾ ഇതിന് വേണ്ട യോഗ്യതകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫിന് വേണ്ട 10ാം ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത, അതോടൊപ്പം ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷനിലുള്ള ഫുഡ് ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് ജയിച്ചിരിക്കുന്നവർക്കാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക. അതുപോലെ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് കാറ്ററിംഗ് ടെക്നോളജി നിന്നും ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷനിൽ 1 വർഷത്തെ ഡിപ്ലോമ, PG ഡിപ്ലോമ വിജയിച്ചിരിക്കണം. അതുപോലെ 2 സ്റ്റാർ ക്ലാസിഫിക്കേഷൻ അതിന് മുകളിലുള്ള ഹോട്ടലുകളിൽ ഹൗസ് കീപ്പിംഗിൽ 6 മാസത്തെങ്കിലും പ്രവൃത്തി പരിചയം കൂടി ഉണ്ടായിരിക്കണം. ഇത്രയാണ് ഇതിന് അടിസ്ഥാന യോഗ്യത പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നുകിൽ ഫുഡ് ക്രാഫ്റ്റ് യോഗ്യത, ഫുഡ് ക്രാഫ്റ്റിനുള്ള സർട്ടിഫിക്കറ്റ്, അല്ലെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ PG ഡിപ്ലോമ, PG ഡിപ്ലോമ ഉണ്ടായിരിക്കുക. അതുപോലെ സെക്കൻഡ് സ്റ്റാഫ് ഫുഡ് ആൻഡ് ബീവറേജസ് സ്റ്റാഫിന് വേണ്ട യോഗ്യത പ്രീ ഡിഗ്രി +2 പാസ്സായിരിക്കണം. അതോടൊപ്പം ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 1 വർഷത്തെ ഫുഡ് ആൻഡ് ബീവറേജസ് സർവീസ് ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ കേന്ദ്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് കാറ്ററിംഗ് ടെക്നോളജി നിന്നും ഫുഡ് ആൻഡ് ബീവറേജ് സർവീസ് 1 വർഷത്തെ ഡിപ്ലോമ വിജയിച്ചിരിക്കണം. അതേപോലെ 2 സ്റ്റാർ ക്വാളിഫിക്കേഷനോ അതിന് മുകളിലുള്ള ഹോട്ടലുകളിൽ വെയിറ്റർ അല്ലെങ്കിൽ ബട്ട്ലർ അല്ലെങ്കിൽ ക്യാപ്റ്റനായിട്ട് കുറഞ്ഞതും 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. കുക്കിന്റെ വേക്കൻസി 10ാം ക്ലാസ് പാസ്സായിരിക്കുക. അതോടൊപ്പം ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഫുഡ് പ്രൊഡക്ഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സും പാസ്സായിരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്നും കുക്കറി അല്ലെങ്കിൽ ഫുഡ് പ്രൊഡക്ഷനിൽ 1 വർഷത്തെ ഡിപ്ലോമ പാസ്സായവർക്കും അപേക്ഷിക്കാൻ കഴിയും. അതുപോലെ 2 സ്റ്റാർ ക്വാളിഫിക്കേഷനോ അതിന് മുകളിലുള്ള ഹോട്ടലുകളിൽ കുക്ക് അല്ലെങ്കിൽ അസിസ്റ്റന്റ് കുക്കായിട്ട് കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ഇതേ യോഗ്യത തന്നെയാണ് അസിസ്റ്റന്റ് കുക്കിനും വേണ്ടത്. അതിൽ എക്സ്പീരിയൻസ് വേണ്ട എന്നും 1 വർഷത്തെ പ്രവൃത്തി പരിചയം മതി എന്നുള്ളതാണ് വ്യത്യാസമുള്ളത്. പിന്നെ റിസപ്ഷനിസ്റ്റ് +2 പാസ്സായിരിക്കണം. അതുപോലെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷനിലുള്ള ഫുഡ് ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് കോഴ്സ് പാസ്സായിരിക്കണം. 2 സ്റ്റാർ അല്ലെങ്കിൽ ക്ലാസിഫിക്കേഷൻ അതിന് മുകളിലുള്ള ഹോട്ടലുകളിൽ ഫ്രണ്ട് ഓഫീസ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ റിസപ്ഷനിസ്റ്റ് ആയിട്ട് കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. കിച്ചൺ മേറ്റി അതിനുവേണ്ടി യോഗ്യത 10ാം ക്ലാസ് പാസ്സായിരിക്കുക. ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് 1 വർഷത്തെ ഫുഡ് പ്രൊഡക്ഷൻ ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് പാസ്സായിരിക്കണം. അതുപോലെ 6 മാസം 2 സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിന് മുകളിലുള്ള ഹോട്ടലിൽ നിന്നുള്ള അസിസ്റ്റന്റ് കുക്ക് അല്ലെങ്കിൽ കുക്കായിട്ട് 1 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അപ്പൊ ഇതിലേക്ക് ഈ പറഞ്ഞ പോസ്റ്റുകളിലൊക്കെ 18 വയസ്സിനും 36 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക. റിസർവേഷൻ ഉള്ളവർക്ക് അത് ആനുകൂല്യം ലഭിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ദിവസ വേതന അടിസ്ഥാനത്തിലായിരിക്കും ശമ്പളം ലഭിക്കുക. തിരഞ്ഞെടുക്കുന്ന എഴുത്ത് പരീക്ഷ, സ്കിൽ ടെസ്റ്റ്, ഇന്റർവ്യൂ എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്നാണ് പറഞ്ഞത്. അപ്പം നിലവിലെ പ്രതിദിന വേതനം 675 രൂപയായിരിക്കും ലഭിക്കുക. ഇപ്പോൾ ഈ അപേക്ഷകളിൽ റീജിയണൽ ജോയിന്റ് ഡയറക്ടർ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടൂറിസം, റീജിയണൽ ഓഫീസ്, സിവിൽ സ്റ്റേഷൻ, കോഴിക്കോട് 673020 എന്ന മെയിൽ വിലാസത്തിൽ വേണം അയക്കുവാനായിട്ടുള്ളത്. അത് നിങ്ങളുടെ ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും തെരഞ്ഞെടുപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് കൂടി അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ടതാണെന്ന് നേരെ മനസ്സിലാക്കുക. ഒരു ജില്ലയിലെ ഒരു തസ്തികയ്ക്ക് മാത്രമേ ഒരാൾ അപേക്ഷിക്കാൻ പറ്റുള്ളൂ എന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ഇതിലേക്ക് അപേക്ഷിച്ചിരിക്കുന്ന അവസാന തീയതി 2025 ഏപ്രിൽ 3 വൈകിട്ട് 5 മണി വരെ ആയിരിക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി 049523733862 അല്ലെങ്കിൽ 7907437342 എന്ന നമ്പർ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇപ്പോൾ താൽക്കാലിക അവസരം പരമാവധി 2025 ഏപ്രിൽ 3 വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. ഇതുപോലെയുള്ള വീഡിയോ പൂർണ്ണമായും കണ്ട് നന്ദി രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻസ് ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ല കരിയർ ഉണ്ടാവട്ടെ. താങ്ക് യു.